പശ്ചിമേഷ്യൻ സംഘർഷം അതിൽ താൽക്കാലികമായ ഒരു ആശ്വാസം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ. ട്രംപിൻ്റെ യു ടേൺ ആണ് അതിലേറ്റവും പ്രാധാന്യമായി എടുത്തുകാട്ടേണ്ടത്. ഇന്ന് അവസാനിക്കാനിരുന്ന ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതായാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. സമാധാന ചർച്ചകൾ അവസാനിക്കുന്നതുവരെ വെടിനിർത്തൽ തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഹോർമുസ് ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാനും UN-ൽ വ്യക്തമാക്കിയ പശ്ചാത്തലം പ്രധാനമാണ്. എന്നാൽ US ഹോർമുസ് തുറന്നാൽ സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാദം. അതുകൊണ്ട് ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിക്കുകയാണ്. ഇതിനിടെ US സെൻട്രൽ കമാൻഡ് യുദ്ധ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളും പങ്കുവച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. We're rearming, we're retooling, and we're adjusting our tactics, techniques, and procedures. There's no military in the world that adjusts like we do, and that's exactly what we're doing right now during the ceasefire. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇന്നലെയോടുകൂടി വെടിനിർത്തൽ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. ഇന്നലെ ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടുതൽ ബോംബുകൾ വർഷിക്കുമെന്നായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പിന്മാറുന്നത്. അതായത് ട്രംപിന് മറ്റു രക്ഷയൊന്നുമില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഇനി ഒരു ആക്രമണത്തിനുള്ള ആരോഗ്യം തൽക്കാലം അമേരിക്ക എന്ന രാഷ്ട്രത്തിനില്ല. കോടിക്കണക്കിന് മില്യൺ ഡോളറുകളുടെ നഷ്ടം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഉയർന്ന വലിയ എതിർപ്പുകളുണ്ട്. അപ്പോൾ ആക്രമണം എന്നത് നീട്ടിവെക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ വേണം ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ കരുതാൻ. രഞ്ജിത്ത്, ഈ ട്രംപ് പലതവണ ഇതിനു മുൻപേ തന്നെ യു ടേൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യു ടേൺ ട്രംപിനൊരു പുത്തരിയല്ല. ഇപ്പോൾ നിലവിൽ ട്രംപ് ചെയ്തിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് പലതവണ അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള ഒരു അബദ്ധം തിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം മുൻപ് അദ്ദേഹം ഈ വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാന് ഒരു ഡേറ്റ് കൊടുത്തിരുന്നു. ഒരു ഫൈനൽ ഡേറ്റ് എല്ലാ തവണയും കൊടുക്കുന്ന ഒരു രീതി ട്രംപിനുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇറാനുമായി നിശ്ചയിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ പരിധിയാണ് US സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കാനിരുന്നത്. അപ്പോഴാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ അത് നീട്ടി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു അന്തിമ ഡേറ്റ് തീരുമാനിക്കാതെ ട്രംപ് നിലവിൽ തന്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാകും വരെ, ഈ ചർച്ചകൾ പൂർത്തിയാകും വരെ വെടിനിർത്തൽ ഉണ്ടായിരിക്കും, വെടിനിർത്തൽ അത് ആക്റ്റീവായിരിക്കും എന്നതാണ് ട്രംപ് പുതിയ ട്രൂ സോഷ്യൽ പോസ്റ്റ് വഴി വ്യക്തമാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ട്രംപ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഉന്നത നേതാക്കൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിൻ്റെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് താൻ നിലവിൽ ഈ വെടിനിർത്തൽ കാലയളവ് അത് നീട്ടി നൽകുന്നു എന്നാണ് ട്രംപ് ഈ പോസ്റ്റിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ഏകീകൃതമായിട്ടുള്ള ഒരു കരാർ US-ന് മുന്നിൽ അവതരിപ്പിക്കട്ടെ, അത് ഞങ്ങൾ പരിഗണിക്കും. അങ്ങനെ ചർച്ച പൂർത്തിയാകുന്നതുവരെ ഈ വെടിനിർത്തൽ അത് ഫലപ്രദമായി ഉണ്ടാകും എന്ന് ട്രംപ് പറയുന്നു. അത് മാത്രമല്ല, നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഉപരോധം തുടരുമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുവരെ US സൈന്യം ഏത് തരത്തിലുള്ള ആക്രമണത്തെ നേരിടാൻ സജ്ജമായിരിക്കുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനിടെയാണ് ഇതിന് ഇപ്പോൾ ഒരു മറുപടി എന്നോണമാണ് ഇറാൻ UN-ൽ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായി തുറക്കുന്നത്, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാവുക US ഈ ഹോർമുസിലുള്ള ഉപരോധം അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ. അത് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. നേരത്തെ ഇറാന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഹോർമുസിലെ ഉപരോധം പിൻവലിക്കാതെ യാതൊരു ചർച്ചയ്ക്കുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം അജയ്, ഒരു തരത്തിലുമുള്ള അമേരിക്കയുടെ ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അതായത് ചർച്ചയ്ക്ക് ഇറാൻ തുനിയണമെങ്കിൽ ഹോർമുസിലെ ഉപരോധം പിൻവലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ യാതൊരു കോംപ്രമൈസ് ടോക്കും നടക്കാതെ, അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ, ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാതെ വെടിനിർത്തൽ കരാർ നീട്ടേണ്ടി വന്ന ഒരു ഗതികേടാണ് ഇപ്പോൾ ട്രംപിന് സംഭവിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അമേരിക്ക അവസാനിപ്പിച്ചാൽ മാത്രമേ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നതാണ്. ഇപ്പോൾ ഇതിന് മറുപടി എന്നോണം ട്രംപിന്റെ മറ്റൊരു ട്രൂ സോഷ്യൽ പോസ്റ്റും ഇപ്പോൾ കുറച്ചു മുൻപേ വന്നിട്ടുണ്ട്. അതിൽ ട്രംപ് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലെടുക്ക് തുറക്കുക എന്ന് പറയുന്നത് ഇറാന്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് പ്രതിദിനം $500 മില്യൺ കച്ചവടം ഹോർമുസ് കടലെടുക്ക് വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അമേരിക്ക ഹോർമുസ് കടലെടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് ഇറാന്റെ മുഖം രക്ഷിക്കാനാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് അടച്ചു എന്നൊരു അവകാശവാദം അവർ ഉന്നയിക്കുന്നത്. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചിലർ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നു എന്നുള്ള വാർത്തയാണ്. പക്ഷേ US-ന് നിലവിൽ ഹോർമുസ് കടലെടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാൻ നിർവാഹമില്ല എന്നാണ് ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നത്. അതിന് അദ്ദേഹം ന്യായീകരണമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US എപ്പോൾ ഹോർമുസ് കടലെടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കുന്നുവോ അപ്പോൾ ഇറാൻ തങ്ങൾ ഇപ്പോൾ US-ഉമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൽ നിന്ന് പിന്മാറും എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് തങ്ങൾ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാത്തത്. ഇത്തരത്തിൽ തങ്ങൾ ഉപരോധം അവസാനിപ്പിച്ച് ഇറാൻ ഡീലിൽ നിന്ന് പിന്മാറിയാൽ അവരെ പിന്നീട് അനുനയിപ്പിക്കാൻ വേണ്ടി ഇറാനുള്ളിൽ തുടർച്ചയായ ബോംബ് വർഷം നടത്തേണ്ടിയും അതുപോലെ അവരുടെ നേതാക്കളെ വധിക്കേണ്ടതായിട്ടും വരും. ഇത്തരമൊരു അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് US ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതാണ് ട്രംപിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഇതിന് ട്രംപിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അബ്ബാസ് അറക്ചി പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ US-ന്റെ ഉപരോധം അതൊരു ആക്ട് ഓഫ് വാർ ആണെന്നാണ് അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഭീഷണികൾക്കും വെല്ലുവിളികൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഇറാന് അറിയാം എന്നൊരു മുന്നറിയിപ്പ് കൂടി അബ്ബാസ് അറക്ചി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ എല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടിയത് മാത്രമാണ്. പക്ഷേ ഇവിടെയാണ് ഒരു ആശ്വാസമുള്ളത്. പക്ഷേ എത്ര നാൾ ഉണ്ടാകുമുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ ട്രംപിന്റെ പ്രസ്താവനയായി അജയ് വന്നത് കൂടുതൽ സമയം നൽകാനാണ്, ഇറാന് കൂടുതൽ സമയം നൽകാനാണ് തന്റെ തീരുമാനം എന്നും മറ്റും ട്രംപ് ട്രൂ സോഷ്യൽ കുറിക്കുകയാണ്. നാവിക ഉപരോധം തുടരുമെന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് വ്യക്തമാക്കുന്നത് നാവിക ഉപരോധം തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഇറാനിയൻ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചകൾ തകരാൻ കാരണം എന്നുള്ള ഒരു പ്രസ്താവന കൂടി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. പാകിസ്ഥാൻ നേതാക്കളാണ് ചർച്ചകൾ നീട്ടാൻ ആവശ്യപ്പെട്ടത്. ഇറാൻ സർക്കാർ ഗുരുതരമായി ഭിന്നിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടണമെന്ന് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ അഭ്യർത്ഥിച്ചു. അതിനാൽ ഇറാന്റെ നേതാക്കൾക്കും പ്രതിനിധികൾക്കും ഒരു ഏകീകൃത നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയുന്നതുവരെ ആക്രമണം നിർത്തിവെക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ട്രംപ് കാണുന്നുണ്ട്. ഒപ്പം അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇറാനിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഇറാനുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് തുറന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം ഭിന്നതകൾ ഉണ്ടായിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ഭിന്നത ഉണ്ടാകുന്നത് ഹോർമുസ് തുറന്നതുമായി